നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂർ മണ്ഡലത്തിൽ പ്രചാരണം ആരംഭിച്ച പി അൻവർ ചാലിയം ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ എത്തിയാണ് അദ്ദേഹം പ്രചാരണം തുടങ്ങിയത്. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. നിഖിൽ, അൻവർ കച്ച മുറുക്കി കഴിഞ്ഞോ? അൻവർ രണ്ടും കൽപ്പിച്ചാണ്. അദ്ദേഹം ഇപ്പോൾ ചാലിയം ഫിഷ് ലാൻഡിംഗ് സെന്ററിലാണ് എത്തിയിട്ടുള്ളത്. അവിടെ എത്തി ആളുകളെയൊക്കെ കാണുകയാണ്. കഴിഞ്ഞ കുറേ അധികം ദിവസമായി അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ട്. ബേപ്പൂർ മണ്ഡലത്തിലെ വിവിധ മേഖലകളിൽ ഇപ്പോൾ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചാലിയം ഫിഷ് ലാൻഡിംഗ് സെന്റർ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള, ഈ മേഖലയിൽ തന്നെ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള, ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു. അവർക്ക് ഈ ഫിഷ് ലാൻഡിംഗ് സെന്ററിനോട് ചേർന്ന് കഴിഞ്ഞ സമീപത്തൊക്കെ വലിയ ചളിവിളിയായി കിടക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്താണ് അത് അല്പമെങ്കിലും പരിഹരിക്കപ്പെട്ടത്. ഇനി ഒരുപാട് പ്രശ്നങ്ങൾ ഈ മേഖലയിലുള്ള ആളുകൾക്കുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ അവർ വലിയ പരാതികളൊക്കെ ഉന്നയിച്ച് നിൽക്കുന്ന സമയത്താണ് അവരെ കാണാൻ പി അൻവർ എത്തുന്നത്. അപ്പോൾ അത് വലിയ പ്രതീക്ഷ അവർക്കുണ്ട്. അപ്പൊ അങ്ങയുടെ വരവ് വലിയ പ്രതീക്ഷയിലാണ് ഇവിടെയുള്ള ആളുകളൊക്കെ കാണുന്നത്. അവർക്ക് ഒരുപാട് പരാതികളുണ്ട്. അല്ല, സ്വാഭാവികമായിട്ടും ഇപ്പൊ നിങ്ങൾ തന്നെ പോയി കാണുന്നുണ്ടല്ലോ ഈ നടന്നു നോക്കുമ്പോൾ. അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു ഫിഷ് ലാൻഡിംഗ് മത്സ്യബന്ധന ഏരിയയാണ് ചാലിയം കടലുണ്ടി ഒക്കെ പറയുന്നത്. ഇതിന്റെ ഒരു അവസ്ഥ നമ്മൾ എന്തിനാ വിശദീകരിക്കുന്നത്? നിങ്ങൾ നടന്നു വന്നതാണ്. ഇത്രയും ആളുകൾ തൊഴിലെടുക്കുന്ന, അത്രയും ആളുകൾ വ്യാപാരത്തിന് വരുന്ന ഒരു പ്രദേശത്ത് ഈ കോടാനകോടികൾ ഇവിടെ ആകാശത്തേക്ക് വെടിവെച്ച് തീർത്തുവിടുക. ആകാശ ബലൂണുകൾ കോടികളാണ്. ചെലവ് നടത്തുന്നത് മറ്റു രീതിയിലാണ്. അപ്പൊ ഇതൊന്നും ഈ മനുഷ്യന്മാർ ഉത്തരവാദിത്തപ്പെട്ടവർ കാണുന്നില്ല എന്ന് സ്വയം ആലോചിച്ചാൽ മതി. അപ്പൊ ആളുകൾ പരാതി പറയുന്നത് ഇവരുടെ ക്ഷമയെക്കുറിച്ചാണ് സത്യത്തിൽ ഞാൻ ആലോചിക്കുന്നത്. നിലമ്പൂരൊക്കെ ആണെങ്കിൽ എനിക്ക് അടി കിട്ടിയിട്ടുണ്ടാവും. അല്ല, ഒരു സ്വാഭാവികമാണ്, ഒരു തർക്കമില്ല. ഈ മത്സ്യത്തൊഴിലാളികൾ ഈ പ്രതിസന്ധിയിൽ ഇരുന്നു കൊണ്ട് അവർ പിടിച്ചു കൊണ്ടുവരുന്ന മത്സ്യം അത് വിപണനം ചെയ്യാനുള്ള ഒരു ഏരിയയാണ്. ഇത്രയും വൃത്തികേടായി കിടക്കുന്ന അവസ്ഥ, ഒന്ന് മൂത്രമൊഴിക്കുവാനുള്ള സംവിധാനം പോലും ഇല്ലാത്ത സാഹചര്യം. സ്വാഭാവികമായിട്ടും നമ്മൾ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ബേപ്പൂർ മണ്ഡലത്തിൽ നമ്മൾ നമ്പർ 1 പ്രിഫറൻസ് കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കായിരിക്കും. ചാലിയം എന്ന് പറയുമ്പോൾ കോടികളുടെ വ്യാപാരം ഓരോ ദിവസവും നടക്കുന്നത്. അല്ല, അതാ പറയുന്നത്. ഇത്രയും വ്യാപാരികള്, ഇത്രയും തൊഴിലാളികള്, എന്താ പറയാ, മറ്റു പ്രദേശങ്ങളിൽ നിന്ന് മത്സ്യം വാങ്ങാൻ വരുന്നവര് അവര് വന്നിട്ട് കാണുകയാണല്ലോ. ഈ പറയുന്ന എന്താ പറയാ വലിയ വികസനം നടത്തിയെന്ന് പറയുന്ന ഒരു വ്യക്തി, നമ്മൾ നിൽക്കുന്ന ഈ മണ്ണ്, ഈ ചളിവെള്ളം, അതാണ് ഒരു ഫിഷ് ലാൻഡിംഗ്, ഫിഷ് മാർക്കറ്റ്. അല്ല, തീർച്ചയായിട്ടും ഇപ്പൊ ഒരു വലിയ ജാഥ നടക്കുന്നുണ്ടല്ലോ. എന്താണ്? വികസന മുന്നേറ്റ ജാഥ. എന്ത് വികസനം, എന്ത് മുന്നേറ്റം? അപ്പൊ എന്തിനാണ് ഒരു വികസന ജാഥ നടത്തുന്നത്? വികസനം ജനങ്ങൾക്ക് നേരിട്ട് അനുഭവപ്പെട്ട പിന്നെ ജാഥയുടെ ആവശ്യമില്ലല്ലോ. അപ്പൊ അത് മറ്റൊരു തട്ടിപ്പാ. അപ്പൊ ഞങ്ങൾ ഇവിടെ ഒരു ജാഥ നടത്തുന്നുണ്ട്, UDF. അത് വികസന തട്ടിപ്പിന്റെ സത്യാന്വേഷണ ജാഥയാണ്. അല്ല, അതൊക്കെ നമുക്ക് തീരുമാനിക്കാം. അതവിടെയൊക്കെ നിൽക്കട്ടെ. ഇവിടെ ആരെങ്കിലും മത്സരിക്കണല്ലോ. പറയുന്നത് അങ്ങ് തന്നെയാണ് ബേപ്പൂരിലെ സ്ഥാനാർത്ഥി. ഏറെക്കുറെ അവരെ ഉറപ്പിച്ചിട്ടുണ്ട്. ഇത് ആളുകൾ കൂടെ നമുക്ക് നോക്കാം. നമുക്ക് കുറച്ചുകൂടി കഴിയട്ടെ. നിഖിൽ പ്രമേഷാണ് റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ ബേപ്പൂർ മണ്ഡലത്തിൽ പി അൻവർ സ്ഥാനാർത്ഥിയാകുമെന്ന രീതിയിലുള്ള സൂചനയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നിങ്ങൾക്കറിയുന്ന പോലെ മുഹമ്മദ് റിയാസ് ആയിരിക്കും അദ്ദേഹത്തിന് കൗണ്ടർ വരാൻ പോകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.